ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ്. അപ്പോൾ നാടൻ റോസ് എല്ലാവരും എൻ്റെ അടുത്ത് അന്വേഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കോംബോ ഓഫറുമായിട്ടാണ് വീണ്ടും എൻ്റെ വരവ് കേട്ടോ. അപ്പോൾ ഇത് ഡച്ച് റോസാണ് ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത് നാടൻ ബഡ്ഡിംഗ് അല്ല, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, കമ്പ് കുത്തി പിടിപ്പിക്കുന്ന തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ്സാണ്, ഈ സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഈ കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കോംബോയിൽ. എല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഏകദേശം ഈ സെയിം സൈസ് ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് പ്ലാന്റ്സിനും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 5 പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മുടെ കൊറിയർ ചാർജും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. എമൗണ്ടും കാര്യങ്ങളും എത്രയാണെന്നുള്ളതെല്ലാം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു റോസാണ്. ഇതൊരു അടിപൊളി വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിങ് ഇതുപോലെയാണ് കേട്ടോ. അകത്തൊരു വൈറ്റ് ഷെയ്ഡിലൊരു എന്താ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ഫ്ലവറിങ് ആണ്. അപ്പോൾ ഇതിൻ്റെയും തൈകളുടെ സൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സെയിം തൈകൾ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു വൈറ്റും ഒരു മജന്തയും കൂടെ ഷെയ്ഡാണ്, ഒരു റൗണ്ട് ഷേപ്പിനുള്ള ഫ്ലവറാണ്. അകത്ത് നിങ്ങൾ കണ്ടോ, ഒരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അകത്ത് വരുന്നത്. അതുമാത്രമല്ല നമ്മുടെ പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്, ഒരു റൗണ്ട് ഷേപ്പ്. അതിന് ചുറ്റുമാണ് നമ്മുടെ ഈ ഒരു മജന്ത ഷെയ്ഡ് കയറി വരുന്നത്. അപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം തൈകളാണ് നിങ്ങൾക്ക് കോംബോയിൽ തരുന്നത്. അപ്പോൾ കോംബോയിൽ വേറൊന്നുമല്ല, തൈകൾ കൂടെ കാണിക്കുന്നത് നിങ്ങൾക്കത് കുറച്ചുകൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോംബോയിൽ മൂന്നാമതായിട്ട് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ്. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓൺ റൂട്ടഡ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. തേനീച്ചകളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ആളാണ്. നമ്മുടെ ഗാർഡനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അട്രാക്ഷൻ. ഒരു ബേബി പിങ്കും വൈറ്റും ആണ്. നമ്മുടെ അഹല്യ റോസും അല്ല, ബോണിക്ക റോസും അല്ല കേട്ടോ. അതിൻ്റെ ഇതൊരു കുട പോലെയാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു കുമ്പിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. ഇങ്ങനെ കൊലകുത്തി പൂക്കും, ഇതുപോലെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നാടൻ തൈകളാണ് ഇതിൻ്റേത്. നമ്മൾ ഏകദേശം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഒരു 5, 6, 7 ചിലപ്പോൾ ബ്രാഞ്ചുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. എല്ലാം നിറയെ പൂക്കളും മൊട്ടുകളോടും കൂടിയുള്ള തൈകളാണ് നമുക്കിപ്പം സെയിലിനായിട്ടും വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കോംബോ ഏകദേശം ഈ വീക്ക് നെക്സ്റ്റ് വീക്കൊക്കെ ആയിരിക്കും അയച്ചു തുടങ്ങുന്നത്. അപ്പോൾ ചിലതിൽ ഫ്ലവർ കൊഴിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്രമാത്രം പൂക്കളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പൂക്കളും മൊട്ടുകളും ഒക്കെ ഒത്തിരി ഉള്ളൊരു ഫ്ലവറിങ് ആണ് കേട്ടോ ഇതിൻ്റെത്. ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കുന്ന ടൈപ്പാണ്. നിറയെ നാടൻ റോസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ്. നമ്മളിത് ചുമ്മാ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക് പിടിച്ച് കിട്ടും. പിന്നെ തൈകളാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഈ റോസസൊക്കെ സിംഗിളായിട്ടൊക്കെ വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ ഇടുക കേട്ടോ. എന്താണ് നിങ്ങളുടെ ഫ്ലവറിങ് ആയിട്ടുള്ള ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അത് ഹെൽപ്പാവും. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടൊരു പിങ്കും മജന്തയും കൂടെ ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. തനി നാടൻ റോസാണ് കേട്ടോ. തനി നാടൻ റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ്. പിന്നെ കോംബോയിൽ 5ആമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓർക്കിഡ് റോസാണ് കേട്ടോ. ഓർക്കിഡ് റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് 5ആമതായിട്ട്. അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് 800 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. നമ്മുടെ ഇൻസൈഡ് കേരളയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിന് പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ ചാർജ് എക്സ്ട്രാ ആഡ് ആവുന്നതായിരിക്കും. ഒരു 30-40 റുപ്പീസ് കൂടെ ആഡ് ആവും. പിന്നെ നമ്മുടെ സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ചേഞ്ചസ് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ സ്പീഡ് പോസ്റ്റൊക്കെ അയക്കുമ്പോൾ എമൗണ്ട് മാറുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്